അല്ല കുമാര, ഞാൻ എത്ര നേരം ഒരു വീടിക്ക് വെച്ചിട്ട്. നോ കുമാരൻ, കോൾ മീ ഓക്കെ. ഓ അന്നാ ഓക്കെ. എൻ്റെ മിക്ക കവിതകളും ഓക്കെ എന്ന അപരനാമത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഒളിവിൽ കുമാരൻ. ഓ, ഈ കവിതാ ഫീൽഡിൽ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. അല്ലാണ്ട് കുളിക്കടവിലെ കാട്ടിലിരുന്നിട്ട് നാട്ടുകാർ പെണ്ണുങ്ങളിട്ട പേരിലല്ലേ ഓക്കെ? വീടിക്കല്ലേ ചോദിച്ചത്? പേരിൻ്റെ അന്തസത്തയിലേക്ക് നമുക്ക് പിന്നെ പോകാം. ഞാൻ എൻ്റെ കവിതാലോകത്തേക്ക് ഒന്ന് ഊളിയിട്ടെ. പോയിക്കോളൂ. ഞാനിതൊന്ന് ഊതിയും വിടട്ടെ. എല്ലാവനെ കുളക്കോയും കവിയും കൊൽക്കയ്യ ആടോ കുളക്കോയി നാരാണ്. എല്ലാം ആരാണേട്ടാ? നിങ്ങളും കവിയാന്നാ? ഞാൻ കുളിക്കാൻ വന്നാടോ. ഞാനിവിടുന്ന് സ്ഥാനഭ്രംഷ്ടനാവണോ? അയ്യോ, കവിയായിട്ടിരുന്നോ? ഒരു കവി. എല്ലാം ആരാണേട്ടാ? നിങ്ങൾ കുളിക്കാനാന്നും പറഞ്ഞ് പൊയ്ക്കടയിൽ വന്നു ഒത്തിരിക്കുന്നില്ല. ഒരു പയ്യനെ വാങ്ങിക്കൂടെ നിങ്ങൾക്ക്? അതെല്ലാം വലിയ അടുങ്ങാറാടോ. അതിന് പുല്ല് പറിക്കണം. നമ്മളായിട്ടൊന്നും ഉണ്ടാറ്. അതുകൊണ്ടാണ് ആരാടെ നിങ്ങൾ കല്യാണം കഴിക്കാത്തത്? ഇതേ അവസ്ഥ കല്യാണം കഴിച്ചാലും നമ്മൾ എത്ര പുല്ലരിഞ്ഞ് മുന്നിട്ട് കൊടുത്തു കഴിഞ്ഞാലും പൈക്കൊക്കെ അപ്പുറത്തെ പറമ്പ് പോയി തന്നെ തിന്നേണ്ടി വരും. കെട്ടിയ കയറൊന്നും ലൂസായോ പോയി. എല്ലാ മോനെ, ഇത് നീ ഗൾഫിനുണ്ടെന്നാ? ഏട്ടാ, നിങ്ങളടിക്കി. നാട്ടിലെ ലോക്കൽ സാധനം നല്ല. ഇനി ഒരു കല്യാണം കഴിക്കണേ, എന്നാലാ ജീവിതത്തിന് ഒരു അർത്ഥമല്ലേ ഉണ്ടാവുള്ളൂ. അല്ലേടോ? ഇനി ഏതേനു നമ്മളെ പറമ്പത്തെ ബാലടന മോനെ. പറമ്പത്തെ ബാലടന മോനായത് സുച്ചക്കനായത് അച്ഛനെ മുറിച്ച് വെച്ചിക്കല്ലോ. എല്ലാം ആരാണേട്ടാ? ഇവന് പറ്റിയൊരു കുട്ടിയുണ്ട് നിങ്ങളടുത്ത്? നല്ല 2 കുട്ടികളുണ്ട്. ഒന്ന് വെച്ചാനെ. രഞ്ജിത്ത് കുറച്ച് വെള്ളം ഇവിടെയല്ലടാ, വയനാട്ടില്ല. വയനാട് പ്രശ്നം ഉണ്ടോ സുനിയ? കഴിഞ്ഞ വരുത്തിന് അച്ഛനമ്മക്കും വയനാട് പ്രശ്ന. ഇപ്പൊ എനിക്ക് കേടുന്നായില്ല. സംഭവം നടന്നാ മതി. അപ്പൊ അതൊക്കെ നാരായണട്ടാ, ഏരിയാലും പ്രശ്നമല്ല. അതൊക്കെ നിങ്ങൾ ബാക്കി പറയാനാട്ടാ. ഇരട്ട കുട്ടികളാ, TTC കഴിഞ്ഞതാ, ജോലി ഉറപ്പാ. അതൊന്ന് പോയി നോക്കിയാലോ? അത് പറ്റും. നടക്കൂല. കഴിഞ്ഞ മാസം 2 കല്യാണം കഴിഞ്ഞ്. നിങ്ങളെന്നാ ആളെ തമാശാക്കുന്ന? നിങ്ങൾ സംഗതി നടക്കുന്ന കേസ് എന്തെങ്കിലും പറ. അതിനാണെങ്കിൽ ഇഷ്ടംപോലെ കേസുണ്ട്. അല്ലാന്ന് ഇവന് കല്യാണം കഴിയാൻ വേണ്ടിട്ടാ? ഉണ്ട്, നമ്മളടുത്ത് തന്നെ ഉണ്ട്. അതേതാ? നമ്മളെ കവിക്കൊരു മോളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം തന്നെ ചോദിച്ചാലോ? നാരായണട്ടാ, മൂപ്പറ വിളിക്ക്. ഓക്കെ സാറേ. നിങ്ങൾ ആദ്യം സെറ്റാക്കിയല്ലേ? ആന്തേനു? അല്ല, ഓക്കെ സാറേന്ന്. ഒളിവ് കുമാരെ, അതാ ഓക്കെ. ഓ അതാ. ഓക്കെ. നാരായണൻ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. ഓക്കെ സാറിന്റെ കുട്ടിയൊക്കെ ഒന്ന് പരിചയപ്പെടല്ലോ. അല്ലേ നമ്മൾ നാട്ടുകാരല്ലേ? ഇവരെല്ലാം നമ്മളെ നാട്ടുകാരല്ലേ? എൻ്റെ സൃഷ്ടികളൊക്കെ കാണാറില്ലേ? പിന്നെ ഓക്കേൻ്റെ സൃഷ്ടിനെ കുറിച്ച് പറയാനല്ലേ ഇപ്പം വിളിച്ചത്. ഒരെണ്ണം ഒഴിക്കട്ടെ? ഞാനങ്ങനെ കഴിക്കാറില്ല. പിന്നെ നിങ്ങളൊക്കെ നിർബന്ധിച്ചാൽ ഒരെണ്ണാവാ. ഒഴിച്ചോളൂ. വെള്ളമൊഴിക്കും സ്ഥലം വേണ്ടേ? മദ്യത്തിലും കവിതയിലും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടാ. ഇത് രണ്ടും തലക്ക് പിടിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കുടിക്കുന്ന ആൾക്കാരിൽ തലവേദന ഉണ്ടാകുന്നത് കേട്ടാ. ഇതൊക്കെ ഭയങ്കര ജ്ഞാനാട്ടാ. ആക്കിയതാണോ? ഓക്കെ സാറേ, നിങ്ങളെ മോളെ കുറിച്ച് പറയാൻ ഇപ്പം വിളിച്ചത്. നിങ്ങളെ മോക്കൊരു കല്യാണ ആലോചന നടക്കുന്നുണ്ട്. പക്ഷേ ഓക്കെ എൻ്റെ ക്ലാസ്സിന് പറ്റിയൊരു ബന്ധം കിട്ടണ്ടേ? അതുള്ളത് കൊണ്ടാണല്ലോ ഇക്കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത്.
ഒരെണ്ണോട് ചോദിച്ചേ, നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതാ എടാ ഇതെന്താ അടിയാടാ? ആരാ പയ്യെ? ഇവനായൊക്കെ ഗൾഫിൽ നല്ല ജോലിയാ. ഇവനാ കണ്ട അണ്ടനോടെ കൂടെ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുന്നേ? ഓക്കെ ഓക്കെ എന്നാടാ വിചാരിച്ചേ? എന്നെ മദ്യം തന്ന് മയക്കാന്ന് വിചാരിച്ചോ? ഓക്കെ. എടോ എന്റെ മോക്ക് സർക്കാർ ജോലിക്കാരൻ വേണോടോ. എടാ തോന്നിയസം പറ, ഇഞ്ച മോള് ഏതെങ്കിലും ബംഗാളിൻ്റെ ഒളിച്ചോടി പോകാൻ നോക്കിക്കോ. ഓൻ്റെ ഒരു സർക്കാർ ജോലി ഓട്രാ. എടാ ഈ ഞോക്കേനോട് കളിക്കറ്. ഓൻ്റെ ഒരു ഓക്കെ ഇനി എടുത്തോണ്ട് പോട്ടെ പാട്ടൊക്കെ. ആ കുപ്പിയുള്ള പറ്റിക്കിച്ചിട്ട് ഓൻ്റെ ഒലക്ക പറഞ്ഞു. ഓക്കെ നിങ്ങൾ വാ. എന്റെ സൃഷ്ടി എടുത്തിട്ട് ഓനെ എറിഞ്ഞ്. നിങ്ങൾക്ക് സൃഷ്ടി വേണോ ജീവൻ വേണോ? ഇനി ഒഴിക്കടാ ഒഴിക്കി. കാണിച്ചു കൊടുക്കണല്ലേ? ഞാൻ പറയാ ഓനെന്റെ ബന്ധങ്ങൾ ഒഴിവാക്കില്ല. അല്ല ഇതെന്താ തോന്നിയത്? ഞാൻ എടുത്തുകൊണ്ടുവന്നതാണ് ചെക്കനായത്. നീ എൻ്റെ മുമ്പ് കള്ളുടിച്ച് അയക്കടാ. എനിക്ക് വെറുതെയാടാ പെണ്ണിടത്ത്. നിങ്ങൾ മൂന്നാൾ അച്ഛൻ പറഞ്ഞ ഞാൻ കാണട്ടെ. ഇനി ചിലക്കാണ്ട് പോടോ. ഇനി വിലാത്തി പറഞ്ഞ് എനിക്കും കുറ്റവാടി. എനിക്കടാ എനിക്ക് തിരിയാൻ കേട്ടോ. ആ നീ എന്നോടാണ് കളിക്കുന്നത്. ഇന്നെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചു തരട്ടാ. മിണ്ടല്ല ഓളാ വിളിക്കുന്നത്. രാവിലെ പണിക്ക് പോന്നാന്ന് പറഞ്ഞ പോന്താ. അങ്ങ് എടുത്തോട്ടോ. നിങ്ങളെടിയല്ലേ? ഞാൻ പണിസ്ഥലത്താ ഉള്ളത്. പുഴക്കരല്ല നിങ്ങളെ പണി? അതെ നമ്മളെ സുനി വന്നിക്കാനെ ഗൾഫിൽ നിന്ന്. ഓൻ വിളിച്ചോണ്ട് ഞാനിങ്ങ് പോന്താ. ഓനെ ഇപ്പം അങ്ങ് കെട്ടിയെടുത്തേ. ഈ അലവലാതിയൊക്കെ അങ്ങനെ നിന്നാ പോരെ? ആടെ എവിടെയും കാളും കുടിച്ച് കുത്തിരിക്കാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഞാൻ അങ്ങോട്ട് വരണ? ഇതാ ഞാൻ എത്തി. ഇപ്പൊ ചെന്നിക്കില്ലെങ്കിൽ ഇടങ്ങാറാവും. ആ സുനിയെ എൻ്റെ അടുത്തുണ്ടോ ഗൂഗിൾ പേയിൽ ഒരു 500 എടുക്കാൻ? എൻ്റെ ഗൂഗിൾ പേ നിങ്ങൾ രണ്ടാളും നമ്മ തരണ്ട. അതല്ലടാ, എൻ്റെ ഗൂഗിൾ പേ മൈനസാന്ന് പറഞ്ഞതാടോ. എന്നാ പിന്നെ ഞാൻ പോട്ടറോ? എൻ്റെ അടുത്ത് പൈസ ഇല്ല അല്ലടാ. പോട്ടെ പോടുവാൻ പോട്. സുനിയെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? കണ്ടോ ഓരോരുത്തൻ്റെ അവസ്ഥ? ഇത് പിടി. നമുക്ക് കല്യാണം അടുത്ത പ്രാവശ്യം കഴിക്കും. അതുവരെ നീ എന്തെങ്കിലും ലാക്ക്. വല്ലാത്ത ഇടങ്ങാറന്നെ.